എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഈനോയും ടീമും കുട്ടപ്പന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ ഈനോ അവള് സാക്കുറയെ നോക്കി പറയും, നിനക്ക് നല്ല പേടിയുണ്ടായിരുന്നല്ലേ, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വന്നില്ലേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. അതിന് സാക്കുറ പറയും, എനിക്ക് പേടിയൊന്നുമില്ല, നിനക്കാണ് പേടി, ഞാൻ എന്റെ ലൈഫിൽ പേടിച്ചിട്ടില്ല, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങും. ആ സമയത്ത് സായി ഒന്ന് പറയും, നിങ്ങൾ രണ്ടുപേരെയും കണ്ടാലറിയാം, നിങ്ങൾ രണ്ടുപേരും പേടിത്തൂറികളാണ്. അത് കേൾക്കുമ്പോ നമ്മുടെ പെമ്പിള്ളേർക്ക് കലി കയറി ഇപ്പൊ സായി ഇടിക്കാൻ പോകും. അപ്പൊ അതേ സമയത്ത് ഇവിടെ അസിസ്റ്റന്റ് ചേച്ചി ഇപ്പൊ കാക്കാഷിയോട് ചോദിക്കും, ഓക്കെ, കുറെ കാര്യങ്ങള് എന്നോട് ഹൊക്കാക പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങള് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞു തരണമെന്ന് പറയുമ്പോ കാക്കാഷി പറയും, അവർ 6 പേരുണ്ട്, അതിലൊരാൾക്ക് ക്രിസ്റ്റൽസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബ്രഹ്മാണ്ഡ കഴിവുണ്ട്. ഫോഗ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവരെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഇതിനെല്ലാം പുറമെ ആ ഒരു 3 ടൈല് അതിനെ കൺട്രോൾ ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുട്ടപ്പനാവട്ടെ ഇതൊക്കെ കേട്ട് ഒരുപാട് സങ്കടത്തില് അവൻ പുറത്തേക്ക് പോകും. കാരണം അവനെ കൊണ്ട് യുക്കിമാരുവെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇവിടെ അസിസ്റ്റന്റ് ചേച്ചി ഇപ്പൊ കാക്കാഷിയോട് പറയും, കുഴപ്പമില്ല, നമുക്ക് സീലിംഗ് ജിപ്സ് ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യാം. അതിന് കാക്കാഷി പറയും, ഇതിനെല്ലാം ഉപരിയായിട്ട് ആ ഒരു 3 ടൈലിനെ കൺട്രോൾ ചെയ്യാൻ പവറുള്ള ഒരുത്തി അവരുടെ കൂടെ തന്നെ ഉണ്ട്. അത് കേട്ട് അസിസ്റ്റന്റ് ചേച്ചി ഞെട്ടും, എന്ത്, ആ ഒരു 3 ടൈലിനെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള പെൺകുട്ടി ഉണ്ടെന്നോ? പക്ഷെ അറിഞ്ഞെടുത്തോളം ആ ഒരു പെൺകുട്ടിയെ അവർ ചതിയിൽ വീഴ്ത്തിയതാണ്. ഇതിന്റെ എല്ലാം പിന്നില് ഒറോച്ചിമാറു തന്നെയാണെന്ന് പറയുമ്പോ ഷിസിനാണെങ്കില് ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. കട്ട് ചെയ്ത ആ 5 വില്ലന്മാര് അവര് പരസ്പരം സംസാരിക്കുകയാണ്. ഗോസ് പറയും, അടുത്തതായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് ആ ഒരു 3 ടൈൽ ബീസ്റ്റുമായിട്ടാണ്. അതിന് റിഞ്ചി അവൻ ടെൻഷനായിട്ട് പറയും, ഓൾറെഡി നമുക്ക് ആ ലീഫ് വില്ലേജുകാരോട് പോലും ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെ ആ ഒരു ബീസ്റ്റുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യും? അത് കേൾക്കുമ്പോ ഇപ്പൊ ഗോസു ആവട്ടെ അവൻ ദേഷ്യപ്പെട്ട് നടന്നു പോവും. രഞ്ജി ഗോസുവിന്റെ പിന്നാലെ പോവും. എന്നിട്ട് ഗോസുവിനോട് പറയും, ഗ്രാമത്തില് എന്റെ അനുജത്തി അവൾ ഒറ്റയ്ക്കാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ അവളെ നോക്കാൻ ആരും ഉണ്ടാവില്ല, നീ ദയവ് ചെയ്ത് എന്റെ അവസ്ഥ അത് മനസ്സിലാക്കണമെന്ന് പറയുമ്പോ ഗോസു തടിയനാവട്ടെ അവനത് മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പൊ ഹായായിട്ട് മുൻപോട്ട് നടക്കും. കട്ട് ചെയ്താ ഇപ്പൊ കബൂട്ടോ അവൻ നൈസായിട്ട് ഇപ്പൊ യുക്കിമാരുവിനോട് സംസാരിക്കുകയാണ്, നമുക്കിപ്പോ എത്രയും പെട്ടെന്ന് ഒറോച്ചിമാറുവിന്റെ അടുത്തേക്ക് എത്തണം. ഉടനെ അവള് ചോദിക്കും, ഗൂരൻ അവളെവിടെ, അവളും കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് വരാൻ കഴിയൂ. അതിന് കബൂട്ടോ പറയും, അവളുടെ ഒന്നും ആവശ്യമില്ല, അവള് പോട്ടെ, അവളെക്കാൾ നല്ലതാണ് ഒറോച്ചിമാറു, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോണെന്ന് പറയുമ്പോ അതിന് ഇക്കിമാര് സമ്മതിക്കില്ല. കബൂട്ടോ അവളെ പിടിച്ചു വലിച്ച് ഇപ്പൊ മുൻപോട്ട് കൊണ്ടുപോകും. അപ്പൊ കറക്റ്റ് ടൈമില് ഇപ്പൊ വില്ലത്തി ആവട്ടെ അവിടേക്ക് ചാടി വീണ് കബൂട്ടോയെ തടഞ്ഞു വെക്കും. കബൂട്ടോ പറയും, ഇനി ടൈമില്ല, എത്രയും പെട്ടെന്ന് എനിക്ക് ഇവളുമായി ഒറോച്ചിമാറുവിന്റെ അടുത്തെത്തണം, ഇവൾ ആവശ്യമില്ലാതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോ അതിന് വില്ലത്തി പറയും, ഇക്കിമാരുവിന്റെ ബോഡിയിൽ കൈവച്ചാ നീ വിവരം അറിയും. അതിന് കബൂട്ടോ ദേഷ്യപ്പെട്ട് ഇപ്പൊ അവിടുന്ന് കടന്നു പോവും. ഇക്കിമാര് പറയും, എനിക്ക് ലൈഫ് ലോങ് നിന്റെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം, എനിക്ക് വേറെ ആരെയും വിശ്വാസമില്ല. കട്ട് ചെയ്താ ആ ജിമ്മൻ ട്രിഞ്ചി അവൻ കബൂട്ടർ എടുത്തു വന്ന് പറയും, എനിക്ക് തോന്നുന്നത് ആ ഒരു ഗോസ് തടിയൻ അവൻ ഒറോച്ചിമാറുവിന് വേണ്ടിയല്ല ഇപ്പൊ വർക്ക് ചെയ്യുന്നതെന്നാണ്. അവൻ ആ വില്ലത്തി പറയുന്നത് മാത്രമേ ഇപ്പൊ അനുസരിക്കാറുള്ളൂ. മാത്രമല്ല ഇനി മുതല് നീ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല, എനിക്ക് നിന്നെ പോലെ ഒറോച്ചിമാറുവിന്റെ ഒരു വലങ്കയായി മാറണം. അതുകൊണ്ട് ഇന്നു മുതൽ ഒറോച്ചിമാറുവിന്റെ ഡയറക്റ്റ് മിഷൻസ് അത് മാത്രമേ ഞാൻ ഏറ്റെടുക്കുള്ളൂ എന്ന് ആ ജിമ്മൻ പറയും. അവൻ പറയും, എന്റെ കൂടെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന 5 പേര് വേറെയുണ്ട്, നിനക്കെന്റെ സഹായം വേണമെങ്കിൽ ഞാൻ പറയുന്നത് അത് നീ അംഗീകരിക്കണം. ഇന്നു മുതൽ എല്ലാ ഇൻഫർമേഷൻസും ഞാൻ ഡയറക്റ്റ് ഒറോച്ചിമാറുവിനെ അറിയിക്കും. അതിന് കബൂട്ടോ ടെൻഷനായിട്ട് അവൻ 2 സെക്കൻഡ് ആലോചിച്ച് ഇപ്പൊ അവനോട് പറയും, ഓക്കെ, കുഴപ്പമില്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്. അപ്പൊ കട്ട് ചെയ്താല് ഇപ്പൊ ഗുഹയില് ആ വില്ലത്തി യുക്കിമാരുവിനോട് പറയും, നിനക്കിപ്പോ നല്ല റെസ്റ്റ് ആവശ്യമുണ്ട്, ഞാൻ പുറത്തു പോയി തിരികെ വരും വരെ നീ ഇവിടുന്ന് എവിടെയും പോവാൻ പാടില്ല. അതിന് യുക്കിമാര് പറയും, ഇല്ല ഇല്ല, ഞാനും നിന്റെ കൂടെ തന്നെ വരും. അതിന് വില്ലത്തി ടെൻഷനായിട്ട്, ഞാൻ പറയുന്നത് കേക്ക്, നിനക്കിപ്പോ റെസ്റ്റ് ആവശ്യമാണ്. അത് കേൾക്കുമ്പോ യുക്കിമാരുവിന് ഒരുപാട് വിഷമമായി. ആ ഒരു പൊട്ടിപ്പോയ ക്രിസ്റ്റല് അത് വില്ലത്തിയുടെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് റെഡിയാക്കി തരുമെന്ന് ഇപ്പൊ അവളോട് ചോദിക്കും. ഉടനെ ചുന്ദരി വില്ലത്തി അത് റെഡിയാക്കി കൊടുത്ത് ഇപ്പൊ പുറത്തേക്ക് പോവും. അവൾ ഒരു സെക്കൻഡ് ചിന്തിക്കും, ഞാൻ ചെയ്യുന്നതെല്ലാം വലിയ മണ്ടത്തരമാണോ? കട്ട് ചെയ്ത നമ്മുടെ കുട്ടപ്പൻ അവൻ ഒരുപാട് വിഷമത്തില് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സായും സാക്കുറയും ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് നടന്നു വരും. അപ്പൊ സാക്കുറ സായോട് പറയും, കുട്ടപ്പൻ ഈ സമയത്ത് പോലും തമാശ കളിയാണ്, അവനോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ സാക്കുറയും സായും കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. അതേസമയം കാക്കാഷി ഇപ്പൊ കുട്ടപ്പനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോ അതിനവൻ പറയും, ഞാൻ കാരണമാണ് യുക്കിമാരുവിന് ഈ അവസ്ഥ വന്നത്, അവൾ ആ വില്ലന്മാരുടെ കയ്യിൽ പെട്ടുപോയ
പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനു മുൻപ് എങ്ങനെയെങ്കിലും നമുക്ക് അവളെ രക്ഷിക്കണം. അതിന് കാക്കാഷി പറയും, നിനക്ക് അവളോടുള്ള സ്നേഹം അതിപ്പോ വളരെ കൂടുതലാണ്. അതേസമയം ഇവിടെ അസിസ്റ്റന്റ് ചേച്ചി നമ്മുടെ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് ചേച്ചി പറയും, സാക്കുറ, ഈനോ, ഹിനട്ട, നിങ്ങൾ 3 പേരും എന്റെ അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യണം. ബാക്കിയുള്ളവര് യാമുട്ടോ സെൻസാർ എടുത്തും കാക്കാഷി സെൻസാർ എടുത്തും ഇപ്പൊ റിപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇപ്പോഴത്തെ മിഷൻ അത് മറ്റൊന്നുമല്ല, ആ 3 ടൈൽ മോൺസ്റ്ററിനെ അതിന് സീൽ ചെയ്യണം. അത് മാത്രമല്ല, അവരുടെ കൂടെ ഇപ്പൊ ഒരു പെൺകുട്ടി പെട്ടുപോയിട്ടുണ്ട്. അവളെ കൂടെ നമ്മളെല്ലാവരും ചേർന്ന് ഇപ്പൊ രക്ഷപ്പെടുത്തുന്നു പറയുമ്പോ അത് കേൾക്കുമ്പോ നമ്മുടെ കുട്ടപ്പൻ അവൻ സന്തോഷത്തിൽ തുള്ളിച്ചാടും. അക്കാസ്കി മെമ്പേഴ്സ് അവര് വരും മുൻപേ നമ്മുടെ മിഷൻസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇക്കിമാരെ ഉപയോഗിച്ച് അവർ ആ 3 ടൈൽ മോൺസ്റ്ററിനെ അവരുടെ വരുതിയിലാക്കും. അതിന് സായി ചോദിക്കും, ആ ഇക്കിമാരുവിനെയും കുട്ടപ്പനെ പോലെ ഒരു മോൺസ്റ്റർ ആക്കി മാറ്റാനാണോ അവര് ശ്രമിക്കുന്നേ? അതിന് സാക്കുറ പറയും, കുട്ടപ്പന്റെ മുൻപിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് കുറച്ചെങ്കിലും മര്യാദ കൊടുത്തൂടെ ചോദിക്കുമ്പോ അതിന് കുട്ടപ്പൻ പറയും, കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെയൊന്നും ഇനി മേലാൽ പറയരുതെന്ന് ഇപ്പൊ കുട്ടപ്പൻ സായിനെ താക്കീത് ചെയ്യും. അതിന് കിബ, ആ 3 ടൈൽ മോൺസ്റ്ററിന് അതിന് ഒരുപാട് പവർ ഇല്ലേ? നമ്മൾ കുറച്ചുപേര് വിചാരിച്ചാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയോ? അതിന് അസിസ്റ്റന്റ് ചേച്ചി പറയും, അതിനുവേണ്ടിയാണ് ചക്ര പവർ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവരെയും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന മെഡിക്കൽ നിഞ്ചകളെയും ഞാൻ എന്റെ ടീമിൽ ചേർത്തത്. അവരെ വെച്ച് എനിക്കൊരു പ്ലാൻ ഉണ്ട്. അതിന് ഹിനട്ട, മെഡിക്കൽ നിഞ്ചയോ? എനിക്ക് മെഡിക്കൽ നിഞ്ച പവർ ഇല്ല. അത് സാരമില്ല, നിനക്ക് ചക്ര പവർ കൺട്രോൾ ചെയ്യാൻ കഴിയും, അത് മാത്രം മതിയെന്ന് അസിസ്റ്റന്റ് ചേച്ചി പറയും. അതിന് കുട്ടപ്പൻ ഇപ്പൊ ഹിനട്ടയോട് പറയും, നിന്റെ അത്രയും ധൈര്യം ഇവിടെ ആർക്കുമില്ല, നീ അടിപൊളിയാണ്. മാത്രമല്ല, ചക്ര പവർ കൺട്രോൾ ചെയ്യുന്നതില് പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അതിന് ഹിനട്ട, ഞാൻ തീർച്ചയായിട്ടും ഇത്തവണ എന്റെ ബെസ്റ്റ് കൊടുക്കുന്നു പറഞ്ഞ് അവള് സ്ട്രോങ് ആയിട്ട് നിൽക്കും. പക്ഷെ ടെൻടൺ, അവളെ മാത്രം എന്തുകൊണ്ട് നിങ്ങൾ വിളിച്ചില്ല എന്ന് ഇപ്പൊ കുട്ടപ്പൻ ചോദിക്കും. അപ്പൊ കാക്കാഷി പറയും, ഇനി ആ 3 ടൈൽ മോൺസ്റ്ററിനെ അതിന് സീൽ ചെയ്യും വരെ നമുക്ക് ആർക്കും വിശ്രമമില്ല. ആ ഒരു ക്രിസ്റ്റൽ സ്റ്റൈൽ യൂസറും അവളുടെ ടീമും അവര് നമുക്കൊരു തലവേദന തന്നെയാണെന്ന് ഇപ്പൊ കാക്കാഷി പറയും. അതിന് ലീ പറയും, അവരെ എന്റെ മുൻപിൽ കൊണ്ടുത്തായോ, അവരുടെ കഥ അത് ഞാൻ തീർക്കാം. അതിന് കാക്കാഷി പറയും, ആ ഒരു ക്രിസ്റ്റൽ സ്റ്റൈൽ യൂസർ അവള് ഡേഞ്ചർ ആണ്. അതുകൊണ്ട് നറൂട്ടോ, സായി, ഷീനോ, നിങ്ങൾ 3 പേരും എന്റെ ഗ്രൂപ്പായി എന്റെ കൂടെ വർക്ക് ചെയ്യുക. സോ നമ്മൾ 3 പേരും ചേർന്ന് ആ ഒരു ക്രിസ്റ്റൽ സ്റ്റൈൽ യൂസറെ അവളെ നേരിടും. ബാക്കിയുള്ളവര് അതേസമയം യാമുട്ടോയുടെ കൂടെ അവളുടെ ശിങ്കിടികളെ അടിച്ച് നശിപ്പിക്കണം. ഇനിയും സമയം നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ മിഷൻ അത് ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്വത്തുമണികള് ഇപ്പൊ ഗ്രൂപ്പായിട്ട് പിരിഞ്ഞ് അവരുടെ മിഷന് വേണ്ടി പുറപ്പെടാൻ തുടങ്ങും. അപ്പൊ അതേസമയം കാട്ടില് ആ ഒരു ഉണ്ടപ്പൻ വില്ലൻ ഇപ്പൊ റിഞ്ചി വില്ലനെ കാണും. റിഞ്ചിയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോ ഇപ്പൊ ആ ഒരു ഉണ്ടപ്പന് അവനോട് കുറച്ച് സ്നേഹവും സഹതാപമൊക്കെ തോന്നും. ഉണ്ടപ്പൻ പറയും, നീ ടെൻഷൻ അടിക്കണ്ട, എന്റെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ടാവും. അപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ വില്ലത്തിക്കും ഒരുപാട് വിഷമാവും. എനിക്കൊരിക്കലും ഒറോച്ചിമാറുവിനെ വിഷമിപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല, യൂറോയോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് എങ്ങനെയെങ്കിലും 2 പേരെയും വിഷമിപ്പിക്കാതെ ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ റിഞ്ചി അവൻ ക്യാഷ്വലായിട്ട് അവളുടെ അടുത്തേക്ക് വന്ന്, എന്തു പറ്റി, എന്താണ് നീ ആലോചിക്കുന്നത്? അതിന് അവള് പറയും, ഞാൻ ആ ലീഫ് വില്ലേജുകാരെ കൊടുക്കാനും മോൺസ്റ്ററിനെ കൺട്രോൾ ചെയ്യാനും എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കായിരുന്നു. അവൻ ചിരിക്കും, കാരണം അവന്റെ ഉള്ളിലും മറ്റെന്തോ ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ നദിയിലുണ്ടായിരുന്ന ഫോഗും മിസ്റ്ററീസും എല്ലാം തന്നെ ഇപ്പൊ കാം ഡൗൺ ആവും. വില്ലത്തി പറയും, ആ 3 ടൈൽ മോൺസ്റ്റർ അത് തൽക്കാലത്തേക്ക് ശാന്തമായിരിക്കാണ്. ഇനി സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് അതിനെ പിടിക്കണം. കട്ട് ചെയ്താ ഇപ്പൊ ലീഫ് വില്ലേജിൽ നിന്ന് ടെൻടൺ കൂടെ അവരുടെ ഗ്രൂപ്പിലേക്ക് വരും. അവള് വലിയൊരു സ്ക്രോള് ഇപ്പൊ കുട്ടപ്പന് കൊടുത്തിട്ട് പറയും, ഇത് ഹൊക്കാകെ സീലിംഗ് ജിപ്സുവിന് വേണ്ടി എന്റെ കയ്യിൽ തന്നു വിട്ടതാണ്. ഇതിൽ ഒരുപാട് ചക്ര പവർ ഉണ്ട്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തില് അതിനെ സീൽ ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മുടെ ആൾക്കാർ സെറ്റായിട്ട് മിഷൻ ഇറങ്ങിത്തിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബ്